ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൈഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആമി ഒന്ന് റെഡിയാക്കി സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതൊന്ന് മേക്ക് ഓവർ ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ആമി ഒന്ന് സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ വന്നിട്ട് തലയ്ക്കൊക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ റീസെൻ്റായിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. എനിക്ക് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ പഴനിയിൽ ലാസ്റ്റ് പോയിരുന്ന സമയത്ത് അവിടുത്തെ ഹോട്ടലിലെ വെള്ളം കുളിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം. എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് മുടി കാണുമ്പോൾ. ഒരുപാട് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും മനസ്സിലാകത്തില്ല, പക്ഷേ ഫ്രണ്ട് പോർഷനിൽ നിന്നൊക്കെ ഒരുപാട് മുടി ഇങ്ങനെ ഊരി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലൊരു ഹെയർ ഓയിലും കൂടി ഉണ്ടാക്കണം. ഞാൻ ഇതുവരെയും അങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് പുതുതായിട്ട് ഒരെണ്ണം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാവേ. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ വിളക്കൊക്കെ വെക്കണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ കുളിക്കുന്നതിനോടൊപ്പം ഞാൻ ബാത്റൂമും കൂടി കൈയോടുകൂടി തന്നെ കഴുകിയിടാറുണ്ട്. കാരണം ഈ ബാത്റൂം നമ്മൾ ഡെയിലി കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ടൈൽസിലൊക്കെ കറ പിടിച്ചിട്ട് ഉപ്പുവെള്ളമാണ്, പ്രത്യേകിച്ച് ഹാർഡ് വാട്ടറും കൂടി ആയ കാരണം കൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. ഡെയിലി ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കോലമൊക്കെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ആമി സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഡോട്ടഡ് കോലമാണ് ഇടുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോട്ടഡ് കോലം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അത്ര നല്ല പെർഫെക്ഷനായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വന്നു. എന്താണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോലം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്തേക്കും, മറക്കരുതേ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കോലമാണ് വരച്ചേക്കുന്നത്. പിന്നെ രാവിലെ തന്നെ നല്ല വെയിലാണ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെയിൽ ഉദിക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. പുറത്തൊന്നും ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലൊക്കെ ചൂടാണെന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ചൂടാണത്രേ. അപ്പോൾ അത്രയും ചൂടൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമാണെങ്കിലും എല്ലാം നമ്മൾ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും ചൂട് സമയമാകുമ്പോഴത്തേക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഞാൻ ഉരുളിയിൽ പൂക്കളൊക്കെ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ പൂവ് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 2 ആഴ്ചകളൊക്കെ ഇരിക്കും. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറേ നാൾ ഇരിക്കും കേട്ടോ. പിന്നെ ഇപ്പം വെയിൽ തുടങ്ങുമ്പോഴത്തേക്കും എന്തായാലും ഡെയിലി നമ്മൾ പൂക്കൾ വെക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് തന്നെ വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചൂടായ കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും ഞങ്ങൾ ഗ്രോസറി എടുക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ മന്ത്ലിയാണ് കേട്ടോ ഗ്രോസറീസ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇതുപോലെ ലിസ്റ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. എങ്ങനെയൊക്കെ പോയാലും ഞാൻ ലിസ്റ്റ് എടുക്കാതെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കണ്ണി കണ്ടതെല്ലാം വലിച്ചു വരെ എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലിസ്റ്റ് എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കും. എനിക്കറിയാം ഓൾറെഡി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്, പക്ഷെ എന്നാലും ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കും കേട്ടോ. സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും കൈയോടെ തന്നെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എപ്പോഴും ഇതുപോലെ ഗ്രോസറി വാങ്ങുന്ന ദിവസങ്ങളിൽ ഞാൻ ആമിയും കൂടെ കൂട്ടാറുണ്ട്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആമിക്കിപ്പോൾ എക്സാമിൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എനിക്ക് അവളെയും കൂടി ഉൾപ്പെടുത്താനുള്ള സമയം കിട്ടത്തില്ല ഇനിയിപ്പോൾ. അതുകൊണ്ട് ഞാൻ തന്നെ വന്നിട്ട് ഉടനെ തന്നെ ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഗ്രോസറി എടുക്കാനായിട്ട് പോയിട്ട് വന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിതുപോലെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ അമ്മ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അമ്മയോട് ഞാൻ സംസാരിച്ചു.
അമ്മയോട് സംസാരിക്കുന്നതിനിടയിലാണ് പാക്കിംഗ് ഒക്കെ നടക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബോക്സുകളും ഞാനിപ്പോൾ കഴുകുന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഒരു കഴിഞ്ഞ മാസം എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ അഴുക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ ഗ്രോസറി വയ്ക്കുന്ന ആ ഒരു ബോക്സുകളിലൊന്നും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ ഗ്രോസറീസൊക്കെ നമ്മൾ എന്തായാലും വീട്ടമ്മമാരായിരിക്കും എടുക്കുന്നത്. ചില വീടുകളിൽ പുരുഷന്മാരായിരിക്കും എടുക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിലൊക്കെ അച്ഛനാണ് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് കൂടുതലും. അപ്പോൾ ചില വീടുകളിൽ, മിക്കവാറും എല്ലാ വീടുകളിലും സ്ത്രീകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. എൻ്റെ കുറച്ച് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്നും അറിയത്തില്ലായിരുന്നു ഗ്രോസറീസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇങ്ങനെ നമുക്ക് മാസം തോറും സാധനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭമാണത്രേ. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ആഴ്ചയിലൊരിക്കലാണ് കേട്ടോ സാധനങ്ങൾ മേടിക്കാറുള്ളത്. ഗ്രോസറീസൊക്കെ തീരുന്നതിനനുസരിച്ച് പോയി മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പോയി മേടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്, മാസം തോറും സാധനം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, ചില സാധനങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ട് അങ്ങോട്ട് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് മന്തിൽ നമ്മൾ അത്രയും സാധനങ്ങൾ എടുക്കേണ്ടി വരത്തില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ ആണെങ്കിലും ഒക്കെ കുറച്ചധികം തന്നെ ഞാൻ മേടിച്ച് വെച്ചേക്കും. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ എല്ലാ മാസവും ഒരു 3 പാക്കറ്റ് വെച്ച് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നെക്സ്റ്റുള്ള മാസങ്ങളിൽ നമുക്ക് കുറച്ച് പാക്കറ്റുകൾ എടുത്താൽ മതിയായിരിക്കും. ചിലപ്പോൾ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ പാറ്റയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഷെൽഫിൻ്റെ അടിയിൽ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോം റെമഡി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ കർപ്പൂരം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സാമ്പ്രാണിയുടെ പൊടിയുണ്ടല്ലോ, അല്ലെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ പൊടിയായാലും മതി. ഇത് രണ്ടും കൂടി ഒരു നല്ലൊരു വെള്ള തുണിയിൽ, ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ ഷെൽഫിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് റീസെൻ്റായിട്ട് ഒരിടത്ത് കണ്ടതാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇത് വെച്ചതിന് ശേഷം വലുതായിട്ട് പാറ്റയുടെ ശല്യം ഇല്ല കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും പാറ്റയുടെ ശല്യം കുറയുന്നില്ല വീട്ടിൽ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ഷെൽഫിലും കുറേശ്ശെ, അതായത് 1 or 2 കിഴി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളിൽ കൂടുതലായിട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളപ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കാറുള്ളത്. പാറ്റകൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ തുരത്താനായിട്ട് നോക്കിയാലും നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഹിറ്റിൻ്റെ സ്പ്രേ അടിക്കേണ്ടി വരും. ഹിറ്റ് അടിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഇവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു പേടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ്. പിന്നെ ഈ ഹിറ്റിൻ്റെ സ്പ്രേ ഒക്കെ അടിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഡേഞ്ചറാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ തന്നെ ഞാൻ നമ്മുടെ വേസ്റ്റൊക്കെ എടുത്തൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ആമയെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോയി കളഞ്ഞോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണി മാനേജ്മെൻറ്റ് കാര്യമാണ് കേട്ടോ. അപ്പോൾ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പൈസ ഇങ്ങനെ ലാഭിക്കാനായിട്ട് പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള കുറേ ഫർണിച്ചേഴ്സും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും നമ്മളിങ്ങനെ മേടിച്ചിടാറില്ലേ. അപ്പോൾ നമുക്ക് പൊതുവേ സ്ത്രീകൾക്ക്, നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്ഷൻ തോന്നിയിട്ട് നമ്മളങ്ങനെ മേടിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ അച്ഛൻ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അനാവശ്യമായിട്ട് നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു സാധനവും വീട്ടിലേക്ക് മേടിക്കരുതെന്നാണ് കേട്ടോ. അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് സാധനം നമ്മൾ എടുക്കുമ്പോഴും ആദ്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ വീട്ടിൽ അതിനൊരു ഉപയോഗം ഉണ്ടോ, നമ്മൾ എന്തിനാണിത് മേടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കും ചെറിയൊരു കാര്യമല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ അതിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും മേടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ മേടിക്കും. പക്ഷേ അതുകൊണ്ട് വലിയൊരു നഷ്ടമായിരിക്കും നമുക്കുണ്ടാകുന്നത്. പലപ്പോഴും പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കത്ത് പോലും ഇല്ല കേട്ടോ. ഒരുപാട് സാധനങ്ങൾ, പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ആണെങ്കിൽ കുറേ സാധനങ്ങൾ വലിച്ചു വാരി മേടിച്ച് കൂട്ടിയിട്ടിട്ട് പിന്നീട് നമ്മളെല്ലാം കൊണ്ടുപോയി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പൊതുവേ എല്ലാവരുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമെന്ന് പറയുന്നത്,
നമ്മുടെ കിച്ചൺ എത്രത്തോളം ചെറുതായിരിക്കുമോ അത്രത്തോളം നമ്മുടെ കിച്ചണിലെ സാധനങ്ങളും കുറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ പാത്രങ്ങൾ മേടിച്ച് കൂട്ടുന്ന സ്വഭാവം ഒരുപാട് പേർക്കുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ പാത്രങ്ങൾ നമ്മൾ മേടിച്ച് കൂട്ടാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ 3 പേരോ 4 പേരോ അടങ്ങുന്നൊരു ഫാമിലിക്കാണെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾ കുറേ അങ്ങോട്ട് മേടിച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വർഷങ്ങളോളം വെച്ചേക്കുന്നേക്കാളും നല്ലത് നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മേടിക്കുന്നതല്ലേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക നമുക്ക് എത്ര നാളിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആണോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ആ ഒരു ഷെൽഫിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്ത് കളയുന്നുണ്ട്. ഉപയോഗമില്ലാത്ത കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ മന്ത്ലി കിച്ചൺ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഷെൽഫിനകത്തേക്ക് നോക്കിയിട്ട് ഏറ്റവും മേലത്തെ ഷെൽഫിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഞാനെടുത്ത് കളയാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഏത് സമയത്ത് ക്ലീൻ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാലും എനിക്ക് കുറേ സാധനങ്ങൾ ഇതുപോലെ വേസ്റ്റായിട്ട് കിട്ടാറുണ്ട്. പലതും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കും കേട്ടോ, ഇനിയിപ്പോൾ എന്തായാലും പുതിയ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് കൂട്ടത്തില്ല എന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് ഒഴിവാക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പുതുതായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്ക് എന്തായാലും എടുത്തു പോകും. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന സാധനമേ എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സാധനം ഞാൻ ആഗ്രഹിച്ചിട്ട് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി, ഉടനെ തന്നെ എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ആ ഒരു സാധനത്തിനൊരു വാല്യൂ കൊടുക്കും. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഓരോ ഫർണിച്ചറാണെങ്കിലും ഓരോ സാധനമാണെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് മേടിക്കുന്നതാണ്. പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷേ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും ഹസ്ബൻഡിനോട് പറയാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കങ്ങനെ എന്തും നമ്മുടെ വിരലിൽ കിട്ടുക അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ സാധനങ്ങൾ മേടിച്ച് കൂട്ടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ സാധനത്തോടൊരു വില കാണത്തില്ല. അതേസമയം നമ്മളത് ആഗ്രഹിച്ച് പതിയെ നമ്മൾ മേടിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്ക് ആ സാധനത്തോട് ഭയങ്കരമായൊരു അടുപ്പം തോന്നുകയും നമ്മളത് കുറേ കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലെ സോഫയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും അതുപോലെ ഓരോ ചെയറും പിന്നെന്താ ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ള ഈ ഒരു ഷൂ റാക്ക് പോലും. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളാണോ എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെങ്കിൽ പോലും പല സാധനങ്ങളും നമ്മൾ അങ്ങനെ ആലോചിച്ചും കണ്ടുമൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ പോക്കറ്റിലിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കരുതി നമ്മളൊന്നും മേടിക്കാതിരിക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ വരുമാനം നമുക്കല്ലേ അറിയാവൂ. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് മേടിക്കുന്നത് അത് ഏറ്റവും വലിയൊരു അബദ്ധത്തിലായിരിക്കും ചെന്ന് വീഴുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുക. ഒരിക്കലും വരവിനേക്കാൾ കൂടുതൽ നമ്മുടെ ചിലവ് പോകാനായിട്ട് പാടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ചിലവാക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരാളായിരിക്കും ഈ മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇതിൽ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. ഹസ്ബൻഡും അങ്ങനെ തന്നെ ആണെങ്കിലും ഹസ്ബൻഡിനേക്കാളും ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് കേട്ടോ. ഏത് സാധനം എടുത്താലും ഞാൻ ഫസ്റ്റ് പോയിട്ട് റേറ്റാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അത് ആവശ്യമുള്ള സാധനമാണോ എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണോ അതോ ഹസ്ബൻഡാണോ ഇതുപോലെ മണി മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ, മറക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കാനായിട്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം 2 പോയിൻ്റ് പറഞ്ഞ് നിർത്തുവാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമാവൂലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുതേ. നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, മേക്ക് ഓവർ ചെയ്തു. ഞാനത് മുന്നേ മേടിച്ചിട്ടുള്ള ഒരു വാൾപേപ്പറാണ് കേട്ടോ. എപ്പോഴോ മേടിച്ചതാണ്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള വാൾപേപ്പറാണ് അത്. ഒരു 5-6 മാസം മുന്നേ ഞാൻ നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചുവരിൽ ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളൊരു വാൾപേപ്പറാണ് കേട്ടോ. അതൊരു 3 റോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും മൺഡേ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.